എനിക്കൊരു ഭാര്യ കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതൊരു സുന്ദരിയായ ഭാര്യ. എന്തായാലും നന്ദിയുണ്ട് ദൈവമേ. നിനക്ക് പത്രം നോക്കുന്ന ശീലമൊക്കെ ഉണ്ടോ? ശരിയാക്കി തരാം. പിന്നെ ഇവിടെ അച്ചാറിട്ട് തൊട്ട് വെക്കാൻ കൊണ്ടുവന്നേക്കുന്ന മക്കൾ നിയമക പണിയൊന്നും ചെയ്യില്ല കേട്ടാ. ഇതൊക്കെ ചേരുവിടെ അമ്മയുണ്ട്. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം വന്ന് അമ്മേനെ തനിക്കൊണ്ട് ഇവിടെ ഇറക്കരുത്. അമ്മ ഒരു ജോലിയും ചെയ്യണ്ട. എന്റെ മോളൂസ് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. അല്ല മോളൂസേ? ഞാനൊന്നും ചെയ്യില്ല. അങ്ങനെ പറയാൻ പാടില്ല. എന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് പണിയെടുക്കാനൊന്നല്ലോ. എനിക്ക് സൗകര്യമില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യും. തേനും പാലും ഒഴുകണം. എന്തോ ഒരു സ്നേഹം. ഈ സ്നേഹമൊക്കെ എത്ര കാലം ഉണ്ടാവും എനിക്കൊന്ന് കാണണം. നമുക്കലക്കാം. ഇതേപോലത്തെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം. ഇതേപോലത്തെ ഒരു മസാല വേണം ആഗ്രഹം എനിക്കും. എന്റെ മരുമോളിങ്ങി വന്നാട്ടെ. നിനക്ക് ഇവിടെ വല്ല കാര്യം അറിയാമോ? ഇവൻ പ്രേമിച്ച പെണ്ണിവനെ തേച്ചേച്ച് പോയെന്നും പറഞ്ഞ് അവക്ക് വേണ്ടി ആത്മഹത്യ നടന്നാനാണ് ഇവൻ. ഇപ്പൊ ഒരു എളുപ്പമില്ല നിന്റെ കൂടെ നടക്കും. കള്ളമാണ് മോളെ. ഇവൻ പറയുന്ന എല്ലാം കള്ളമാണ്. ആ തെക്കേലത്തെ ശൈലജ ഇവിടെ പറയില്ല. പറയൂടാ, ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും പറയും. മോളിത് കേൾക്കണം. ആ തെക്കേലത്തെ ശൈലജ ഉൾപ്പെടെ 13 പെണ്ണുങ്ങളെ ഇവൻ പ്രേമിച്ചത്. 15 മോളെ, അവൻ നെഞ്ചത്ത് കിടക്കുന്ന ചാച്ചു നീ കണ്ടിട്ടുണ്ടാ? ആ, കാണിച്ചു കൊടുക്കടാ. എല്ലാടിക്കുന്നാണോ? ഇതമ്മന്നല്ലേ? അവൻ അമ്മൂന്ന് പറഞ്ഞൊരു പെണ്ണായിട്ട് പ്രേമത്തിലായിരുന്നപ്പോ കുത്തിയതാണ് ആ ചാച്ചു. എന്നിട്ടിപ്പോ അവൾ തേച്ചേച്ച് പോയപ്പോ ഉടനെ അത് അമ്മ എന്നാക്കി. സത്യമായിട്ടാണ് മോളൂസേ. അമ്മയായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല. ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. കാണിച്ചു തരാം. എന്നെ പറഞ്ഞു വെച്ചില്ലേ? ഒരു നിമിഷം. എന്റെ അമ്മേ, മോളെ ദൈവം രക്ഷിക്കും. രക്ഷപ്പെടാ മക്കളെ. പക്ഷെ നിന്നെ ആത്മാർത്ഥോട് ചേച്ചിട്ടില്ല. എല്ലാ പെണ്ണുങ്ങളോടും പറയുന്നതാണ്. ഇപ്പൊ എത്ര വയസ്സാടാ? 30. 31. ഇങ്ങനെ ഇനി കൂടൂല. മോളെ, നീ ഇത് കേക്കണം. ഈ വരുന്ന മകരത്തില് ഇവന് 35 വയസ്സ് തികയും. ഓഹോ, അപ്പൊ മധ്യവയസ്കനായിരുന്നല്ലേ? എപ്പോഴെപ്പോഴും ഇടക്കിടക്കിലുണ്ടോ?
മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്തിരി മറവിയൊക്കെ ഉണ്ട്. Old people. അയ്യ ഒരു മണവില്ല. നിന്നെ പറ്റത് ഞാനാ. ശരിയാണ്. ഞാനൊരു കള്ളനാണ്. നാട്ടുകാർക്കെല്ലാം അറിയാം. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ല, ഇത് മതി എനിക്ക്. ഇനി പറയാനുള്ള കള്ളമല്ല. Excuse me. ഇവിടെ ചങ്ക് പൊട്ടി പറയുന്നത് കേൾക്കാൻ പറ്റൂല. ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണമ്മേ ഞാൻ. രോഗി. എനിക്ക് ഇനി 6 മാസം കൂടെ ഉള്ള ആയുസ്. ഏറ്റില്ലേ? മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു അന്ത്യാഭിലാഷം കൂടെ ഉണ്ട്. എന്താ മക്കളെ? നിങ്ങൾ എനിക്ക് ഈ വീട്ടിൽ മനസ്സമാധാനം തരണം. സമാധാനം ഒക്കെ തരാം, പക്ഷെ നീ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എവിടെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാക്കണം? നീ എന്തായാലും 6 മാസം കഴിഞ്ഞാൽ ചാവൂല്ല. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവളെ വിധവയാക്കണം. ഇവക്കും വേണ്ട ഡെരിക്കൂട്ടൊക്കെയല്ലേ മോളെ? വേണം. അതൊക്കെ മരിക്കുമ്പോ നോക്കിയാ പോരെ അമ്മേ? പോരാ, നീ ഇന്ന് തന്നെ മാട്രിമോണി പരസ്യം കൊടുക്കണം. എന്ത് പരസ്യം? 6 മാസത്തിനുള്ളിൽ മരിക്കാൻ പോന്ന എന്റെ മകന്റെ വിധവയാകാൻ പോന്ന വരിക്ക് സുന്ദരനായ ഒരെണ്ണ തേടുന്നു. അയ്യോ, നേരത്തെ ഞാൻ തമാശ പറഞ്ഞതാ. പക്ഷെ ഞാൻ കാര്യമായിട്ടാ. അമ്മേ.